നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ബ്ലെൻഡറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ എഫക്റ്റ് സീരീസിലെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്ലെൻഡറിലെ വളരെ പവർഫുള്ളും വളരെ രസകരമായ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു എഫക്റ്റിനെ കുറിച്ചാണ്. അതിൻ്റെ പേര് ഡൈനാമിക് പെയിൻറ്റ് എന്നാണ് ഈ ഓപ്ഷൻ്റെ പേര്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. അതൊക്കെ കാണുക, കണ്ട ഈ ഓപ്ഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഷിഫ്റ്റ് എ ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ മെഷീനിൽ നിന്നൊരു പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്ലെയിനിനെ ഒന്ന് സ്കെയിൽ ചെയ്തു. ഷിഫ്റ്റ് എ അല്ലെങ്കിൽ നമുക്കിവിടെ ആഡ് മെനുവിൽ നിന്നും ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ആഡ് മെനുവിൽ നിന്നും ഒരു UV സ്ഫിയറിനെ സീനിലേക്ക് കൊണ്ടുവരുന്നു. അതിനെ ഒന്നിങ്ങോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, ഇനി ചെയ്യുവാൻ പോകുന്നത് ഇവിടെ ഒബ്ജക്റ്റ് മോഡിൽ നിന്നും എഡിറ്റ് മോഡ്, അതിനായി നമ്മൾ കീബോർഡിലെ ടാബ് എന്ന കീ അമർത്തുമ്പോൾ അത് എഡിറ്റ് മോഡിലേക്ക് വരുന്നു. അപ്പോൾ എഡിറ്റ് മോഡിൽ വന്നു കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ് ഡിവൈഡ് എന്നൊരു ഓപ്ഷൻ വരും. സബ് ഡിവൈഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിങ്ങനെ രണ്ട് ക്രോസായിട്ട് അത് ഡിവൈഡ് ആവുന്നു. അപ്പോൾ സബ് ഡിവൈഡിൻ്റെ നമുക്കിവിടെ ഈ മൂലയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ഭാഗം കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കട്ട്സ് വേണം, ഞാനിപ്പോൾ ഇവിടെ ഒരു 100 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 100 കട്ട് ഇത് സബ് ഡിവൈഡായിട്ട് മാറും. അതിനെ ഒന്ന് മിനിമൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 100 കട്ട് ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്, പാർട്സുകളായി മാറിയിട്ടുണ്ട്. ഒന്നുകൂടി ടാബ് കീ പ്രസ് ചെയ്ത് പുറത്തു വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സീൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡൈനാമിക് പെയിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ ചെയ്തു വന്ന ആ എഫക്റ്റ് സീരീസിൽ തന്നെയുള്ള അതേ ഓപ്ഷൻ തന്നെയാണ്. അവിടെ ഈ ഡൈനാമിക് പെയിൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാൻ ഈ ഒരു ബോളിനെ സെലക്ട് ചെയ്ത് ഡൈനാമിക് പെയിൻറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ താഴെ വരുന്നു. അവിടെ ചോദിക്കുന്നു ക്യാൻവാസ്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവാസിന് പകരം ബ്രഷ് എന്ന ഓപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. കൊടുത്തിട്ട് ആഡ് ബ്രഷ് എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തു. അപ്പോൾ ഇവിടെ കുറേ സെറ്റിങ്സ് വന്നു. ഓക്കെ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പ്ലെയിനിനെ സെലക്ട് ചെയ്തു. അവിടെയും ഡൈനാമിക് പെയിൻ്റ് എന്ന് കൊടുത്തു. അവിടെ ഈ ടൈപ്പ് ക്യാൻവാസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ബോൾ ബ്രഷും ഇതൊരു ക്യാൻവാസുമാണ്. ആഡ് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷനും കൊടുത്തു. അവിടെയും കുറച്ച് ഓപ്ഷൻ വന്നു. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ചെയ്യുവാൻ പോകുന്നത് നമ്മുടെ ഈ ബോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ താഴെയുള്ള ടൈം ലൈനിനെ അല്പം ഒന്ന് ഉയർത്തിയിട്ട് ഈ ഒന്നാമത്തെ ഫ്രെയിം ഈ ഭാഗത്ത് ഇവിടെ താഴെ ഒന്നാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ കീബോർഡിലെ I എന്ന കീ യൂസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു മെനു വരും. അതിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡായി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ ഒരു 40ാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ഒന്നിങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു. വീണ്ടും I പ്രസ് ചെയ്ത് ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ ആ ലൊക്കേഷൻ, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഭാഗത്ത് ഒരു കീ ഇങ്ങനെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ആനിമേഷൻ കിട്ടി. അപ്പോൾ ഇത് ഡൈനാമിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു രസകരമായ സംഭവമാണ് പറയാൻ പോകുന്നത്. ഇത് കാണുവാനായിട്ട് നമുക്കിതിൽ അല്പം ടെക്സ്ചറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മുകളിൽ തന്നെയുള്ള ലേഔട്ടിൽ ടെക്സ്ചർ, ഷെയ്ഡിങ് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഷെയ്ഡിങ് എന്നുള്ള മെനുവിൽ വരുമ്പോൾ ഇതിങ്ങനെ ഫുൾ വൈറ്റ് ആയിട്ടിരിക്കും. കാര്യം ഇവിടെ മറ്റു ടെക്സ്ചർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പ്ലെയിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാം. അതിന് നമുക്കിവിടെ ഈ മെറ്റീരിയൽ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ന്യൂ കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. എന്തായാലും ഞാൻ ഈ മെറ്റീരിയൽ ഓപ്ഷനിൽ ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ട് നേരെ ഈ മുകളിലേക്ക് പോയിട്ട് ന്യൂ എന്ന് കൊടുക്കും. അപ്പോൾ ഒരു പുതിയ മെറ്റീരിയൽ ഇവിടെ ആഡായി. ഓക്കെ, ആ മെറ്റീരിയലാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈനാമിക് പെയിൻറ്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു നോഡും കൂടി വേണം. നോഡുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നോഡുകൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ മെറ്റീരിയൽ സെക്ഷനും മറ്റൊരുപാട് ഭാഗത്തും നോഡ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറുകൾ ഉണ്ടാക്കാനും അതിൽ തന്നെ മെറ്റീരിയലിൽ നമുക്ക് എക്സ്പെർട്ട് ആകുവാൻ വേണ്ടി ഈ നോഡിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒരു മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഈ ചാനലിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ മുകളിലുള്ള I ബട്ടൺ എവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതവിടെ വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ മെയിനായിട്ട് ഡൈനാമിക് പെയിൻറ്റ് എന്നുള്ള ഓപ്ഷന് വേണ്ടിയുള്ള സംഭവമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോഡ് ആഡ് ചെയ്യുകയാണ്. നമുക്കിവിടെ ആഡ് മെനു, ഇവിടെയും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്നിരുന്നാലും ആഡ് മെനുവിൽ വന്നിട്ട് ഇൻപുട്ട് ആ ഭാഗത്ത് നിന്നും ഇങ്ങനെ മുകളിൽ വന്നിട്ട് അവിടെ ഞാനിവിടെ നിന്ന് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നൊരു നോഡ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോഡ് ഇവിടെ വന്നു. ഓക്കെ, ഈ നോഡിനെ ഞാനിവിടെ ഇതിൻ്റെ കളർ എന്നുള്ള ഈ ഔട്ട്പുട്ടിനെ നേരെ നമ്മുടെ മെറ്റീരിയലിലെ ബേസ് കളർ അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഘടിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഘടിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വളരെ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഇവിടെ കാണും. ഓക്കെ, ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ലേഔട്ട് മോഡിലേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ കീബോർഡിലെ Z കീ പ്രസ് ചെയ്ത് നമുക്കിവിടെ മെറ്റീരിയൽ പ്രിവ്യൂ നോക്കിയാൽ ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഈ ക്യാൻവാസ് എന്ന
ഈ പറയുന്ന ഈ പ്ലെയിനിനെ ഒന്ന് സെലക്ട് ചെയ്ത് വലത് ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് വരിക. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഔട്ട്പുട്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ ഇങ്ങനെ പെയിൻറ്റ് മാപ്പ് ലെയർ, വെറ്റ് മാപ്പ് ലെയർ, ഇങ്ങനെ 2 ഓപ്ഷൻ വരും. അതായത് ഇത് ഇപ്പോൾ നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് വരച്ച് പെയിൻറ്റ് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ ഈ ഒരു ഉണങ്ങിയ സർഫസിൽ ഒരു നനവുള്ള ഒരു സംഭവം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ വെള്ളത്തുള്ളികളുടെ നനവ് പടർന്നു പോകുന്നു, അതൊക്കെ ചെയ്യുന്ന ഡൈനാമിക് എഫക്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസണാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ പെയിൻറ്റ് മാപ്പ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വന്ന് ഞാനിവിടെ പ്ലസ് ചിഹ്നമുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു സംഭവം ഇങ്ങനെ ആഡായി, DP എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുകളിൽ DP പെയിൻറ്റ് മാപ്പ് എന്നൊരു വിൻഡോ പൊങ്ങി വരും. ആ സമയത്ത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് Ctrl+C, കീബോർഡിലെ Ctrl+C ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ആ പേര് ഒന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഈ പേര് കോപ്പി ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ഷെയ്ഡിംഗ് മെനുവിലേക്ക് വന്നിട്ട് അവിടെ ഈ ആട്രിബ്യൂട്ടിൻ്റെ ഇവിടെ ഈ നെയിം എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്ത ആ പേരിനെ Ctrl+V ഉപയോഗിച്ച് ഒന്നിവിടെ പെയിൻറ്റ് ചെയ്ത് ഒന്ന് എൻ്റർ ചെയ്യുന്നു. അതായത് പെയിൻറ്റ് മാപ്പ് എന്ന ഒരു ആട്രിബ്യൂട്ടിനെയാണ് ഞാനിവിടെ ഇതിലേക്ക് കണക്ട് ചെയ്ത്, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട, നോഡുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുകയാണ്. ഇനി ഞാൻ തിരിച്ച് ലേഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പ്ലേ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഈ ബോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോളിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 80th ഫ്രെയിമിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും I പ്രസ് ചെയ്ത് ഒരു കീ ലൊക്കേഷനിൽ കൊടുക്കുന്നു. ഇത് നമ്മൾ ഈ ഓട്ടോ കീ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി, നമ്മൾ പിന്നെ മൂവ് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കീ ആയിട്ട് വന്നോളും. ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ മൂവ് ചെയ്ത് ഇങ്ങനെ കീ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു പെയിൻറ്റിങ് പർപ്പസിലേക്ക് വരുന്ന ഒരു സംഭവത്തിലൊക്കെ ഈ പറയുന്ന ഇത് ഉപയോഗിക്കാം. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് പോലെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ ഇതിൻ്റെ ഈ ഓപ്ഷനിൽ, ഈ ക്യാൻവാസിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ആൻറ്റി ഏലിയാസിങ് ഇങ്ങനെയുള്ള മറ്റു ഓപ്ഷനൊക്കെ നമുക്ക് ഹൈ എൻഡ് ആക്കി ചെയ്ത് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ആ സെക്ഷനൊന്നും ഇപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് ആ പെയിൻറ്റ് ഓപ്ഷൻ്റെ ഒരു ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ഡൈനാമിക് പെയിൻറ്റിലെ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ പെയിൻറ്റിങ് പർപ്പസ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ വരുന്നതാണ്. ഇനി ഇതിനേക്കാൾ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവങ്ങളിലേക്കാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇപ്പോൾ ഇത്രയും കീ ഉണ്ട്, ഞാൻ ഈ കീ ഒക്കെ ഒന്ന് ഇവിടുന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ കീ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഒന്ന് നമുക്ക് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ചോദിക്കും എന്ത് ചെയ്യണമെന്ന്, ഡിലീറ്റ് കീ ഫ്രെയിംസ്, ഫുൾ കീയും പോയിട്ടുണ്ട്, ഇപ്പോൾ കീ ഒന്നുമില്ല. ഓക്കെ, ഇത് ഞാനൊരു പുതിയ കീ കൊടുക്കാൻ പോകണം. 1ാമത്തെ ഫ്രെയിമിൽ വന്നു, ഓട്ടോ കീ ഉള്ളതുകൊണ്ട് അവിടെ കീ കിടപ്പുണ്ട്. ഒരു 60ാമത്തെ ഫ്രെയിമിൽ വന്നു ഒന്ന് ഇങ്ങനെ വെച്ചു. ഇടയ്ക്കൊരു 35ാമത്തെ ഫ്രെയിമിൽ വന്നപ്പോൾ ഒന്ന് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈനാമിക് പെയിൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഈ ബേസിനെ സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ വരുമ്പോൾ, ടൈപ്പിൻ്റെ ഓപ്ഷനിൽ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ ഡീഫോൾട്ടായിട്ട് ഇവിടെ സർഫസ് ടൈപ്പ് പെയിൻറ്റ് എന്നൊരു ഓപ്ഷൻ കിടന്നു. ഈ ഓപ്ഷനെ ബേസ് ചെയ്താണ് ഈ പരിപാടി എത്രയും നടന്നത്. അപ്പോൾ ഞാൻ ഈ പെയിൻറ്റ് എന്നുള്ള ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ മാറ്റി ഡിസ്പ്ലേസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഡിസ്പ്ലേസ് ഒന്ന് കൊടുത്തു. അപ്പോൾ ആ കളറൊക്കെ പോയി ഒന്നും കാണാനില്ല. എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഒന്ന് നമുക്കിവിടെ ഇപ്പോൾ ഈ മെറ്റീരിയൽ പ്രിവ്യൂവിലാണ് കിടക്കുന്നത്. സെറ്റ് കീ പ്രസ് ചെയ്ത് സാധാരണ സോളിഡ് വ്യൂവിലേക്ക് വരാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ ഈ എൻഡ് ഫ്രെയിം ഞാൻ 250 ഒന്ന് കുറയ്ക്കാം, നമുക്ക് 100 ഫ്രെയിം മതി. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഇപ്പോൾ വന്നു കാണും. ഇത് ഇങ്ങനെ ടയറിൻ്റെ പാടുകൾ, മണ്ണിൽ, പിന്നെ ചില ക്യാരക്ടറുകൾ ഇങ്ങനെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ നടന്നു പോകുമ്പോൾ അവരുടെ കാൽപാദങ്ങൾ പതിയുന്ന ആ പാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഇടിക്കുമ്പോൾ അവിടെ പഞ്ചിങ് വരുന്നത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഡിസ്പ്ലേസ് ഓപ്ഷൻ. അപ്പോൾ ഈ ഡിസ്പ്ലേസ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കുറേ സംഭവങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഡൈനാമിക് പെയിൻറ്റിൻ്റെ മറ്റൊരു ഓപ്ഷനാണ്. ഇനി അപ്പോഴൊരു ചോദ്യം തോന്നാം, ഇപ്പോൾ ഇത് ഒരു മണൽപ്പരപ്പിലൂടെ ഒരു പാമ്പ് ഇങ്ങനെ ഈ മരുഭൂമിയിൽ ഇഴഞ്ഞു പോകുന്നത് പോലെ ചെയ്യുമ്പോൾ അവിടെ ഈ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വരും. അപ്പോൾ ഇതിപ്പോൾ താഴേക്കാണ് പോയിരിക്കുന്നത്, അതങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഡിസ്പ്ലേസ് ഫാക്ടർ.
ഓക്കെ, അത് ഒന്നാണ്. അപ്പോൾ ഞാൻ അതിനെ -1 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് മുകളിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രാച്ചസ് ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഷെയ്ഡ് സ്മൂത്ത് അത് ക്ലിക്ക് ചെയ്തതിന് ഒരു ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിലൊരു സബ്ഡിവിഷൻ സർഫസ് മോഡിഫയർ കൊടുക്കുന്നു. ഇതിനെയും ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തുക. ഓക്കെ, ഇനി ഈ പറയുന്ന ഡൈനാമിക് പെയിൻറ്റിൻ്റെ വളരെ രസകരമായ മറ്റൊരു സംഭവം പറയാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ചെയ്യുവാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ക്യാൻവാസിന് സെലക്ട് ചെയ്തു. ക്യാൻവാസ് പറയുന്നത് ഡിസ്പ്ലേസ് എന്നാണ്. അതിൻ്റെ താഴെ വെയിറ്റ് ഉണ്ട്, അത് പിന്നീട് പറയാം. വേവ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, വേവ്സ്. അപ്പോൾ ഈ ക്യാൻവാസ് വേവ് എന്നുള്ള ഒരു ടൈപ്പിലേക്ക് മാറ്റി. ഒന്ന് പ്ലേ ചെയ്യാം. ആഹാ, ഓക്കെ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് വേവ് ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ പരിപാടി. ഓക്കെ, ഇത് ഇങ്ങനെ കൊണ്ടുവരാം, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ വിടാം. അപ്പോൾ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ഇപ്പോൾ പറഞ്ഞ ഈ വേവിൻ്റെ ഒരു രസകരമായ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ബോൾ ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ടാണ്. ഈ ബോളിനെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്രഷില്ല, പകരം ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് മെഷിൽ നിന്നും ഒരു പുതിയ പ്ലെയിൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരെ ഇവിടെ എനിക്ക് ഒരു കീ ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒന്ന് സ്കെയിൽ ചെയ്തു. നമ്മൾ എഫക്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ച പാർട്ടിക്കിൾ സിസ്റ്റം, അത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ആ ലിങ്ക് വരും, അത് ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് നേരെ ഈ പാർട്ടിക്കിൾ സിസ്റ്റം ഓപ്ഷനിൽ വന്നിട്ട് ഒരു പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്കൊരു പാർട്ടിക്കിൾ സിസ്റ്റം ആഡായി. ഇപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്പർ 1000 നമുക്കൊരു 75 അത്രയും മതി. ഓക്കെ, അത് 75 പാർട്ടിക്കിൾ അതിൽ നിന്നിങ്ങനെ വീഴുന്നതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്പം കുറച്ചൊന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇത്രയും മതിയാവും. ഒന്ന് പ്ലേ ചെയ്യാം. അതിലൊരു കീ ഫ്രെയിം അറിയാതെ വീണുപോയി. അപ്പോൾ ആ കീ ഒന്ന് പതുക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്യാം. ഒരു 75 പാർട്ടികളാണ് ഇപ്പം ഇതിൽ നിന്നിങ്ങനെ വന്ന് വീഴുന്നത്. ഓക്കെ, ഇപ്പോൾ താഴെ നമ്മുടെ ക്യാൻവാസ് ആ പഴയ വേവ് തന്നെ ഇരിക്കുകയാണ്. ഈ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് അതിൽ ഡൈനാമിക് പെയിൻ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ക്യാൻവാസ് മാറ്റി ബ്രഷ് ഒന്ന് കൊടുക്കുന്നു, ആഡ് ബ്രഷും കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് സോഴ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ഈ പെയിൻറ്റ് എന്തുവാ സംഭവം എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ മെഷ് വോളിയം ഇതെല്ലാം മാറ്റിയിട്ട് ഏറ്റവും താഴെ പാർട്ടിക്കിൾ സിസ്റ്റം ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് പാർട്ടിക്കിൾ സിസ്റ്റമാണ് ഇവിടുത്തെ ബ്രഷ് എന്ന് മാറുന്നു. അപ്പോൾ ആ പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ഏതാണ് പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് ചോദിക്കും. നമ്മൾ 2-3 പാർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വെച്ച ഈ പാർട്ടിക്കിൾ സെറ്റിങ്സ് എന്നും കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ നേരത്തെ ഇരുന്ന ബോളിനെ മാറ്റിയിട്ട് പുതിയൊരു സർഫസ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ടാക്കി. ആ പാർട്ടിക്കിൾ സിസ്റ്റമാണ് ഇവിടുത്തെ ബ്രഷാക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? നിങ്ങൾക്ക് സംഭവം പിടികിട്ടി കാണും. മഴ, വെള്ളത്തുള്ളി ഒക്കെ സംഭവം ചെയ്യാനായിട്ട് ഈ പരിപാടി ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് റെൻഡർ ചെയ്ത് ഇതിൻ്റെ ഔട്ടൊക്കെ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും അവിടെ കാണത്തില്ല. അപ്പോൾ അതിൻ്റെ ഫ്രെയിം സ്റ്റാർട്ട് എൻഡ് ഒക്കെ ഇവിടെ 250 ആണ്. ഒരു 150 ഒക്കെ മതി. ഒരു 150 ഫ്രെയിം കൊടുത്തു. ഇവിടുത്തെ എൻഡ് ഒരു 150 ആക്കി ഒക്കെ ചെയ്തിട്ട് നമ്മുടെ തൊട്ട് മുന്നിലുള്ള വീഡിയോ കണ്ടു വന്നവർക്ക് മനസ്സിലാകും. പുതുതായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് കാണുക. ഇതിൻ്റെ ഉള്ളിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ ക്യാഷ് എന്നൊരു ഓപ്ഷനുണ്ട്. ക്യാഷ് ഓൺ ചെയ്തു. ക്യാഷ് ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും സേവ് ചെയ്യണ്ടേ. ഫയൽ സേവ് ചെയ്താലേ നമുക്ക് ക്യാഷ് മെമ്മറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ ഞാൻ ഈ ഫയലിനെ ഒന്ന് സേവ് ചെയ്യുകയാണ്. ഇതിൻ്റെ പേര് റെയിൻ എന്ന് കൊടുത്ത് ഒന്ന് സേവ് ചെയ്തു. ഒന്ന് ബ്ലെൻഡർ ഫയൽ ഒന്ന് സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ബേക്ക് ഓപ്ഷൻ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഡിലീറ്റ് ബേക്ക്, ഒന്നൊരു ബേക്ക് കൊടുക്കും, ബേക്ക്. ഓക്കെ, ബേക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പ്ലേ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇങ്ങനെ തിരിച്ച് നോക്കാം. അല്ലെങ്കിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ഇങ്ങനെ ബേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ബേക്കിംഗ് ഫയലോട് കൂടിയാണ് ഇതിനെ റെൻഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കുറച്ചുകൂടി രസകരമാക്കാൻ നമുക്കിതിൽ ഇവിടെ സ്ക്രീനിൽ
കുറച്ച് മെറ്റീരിയൽ പരിപാടിയൊക്കെ ചെയ്ത് നോക്കാം. ഒന്ന് സെഡ് കീ പ്രസ് ചെയ്തു, മെറ്റീരിയൽ പ്രിവ്യൂ ഒന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നു. അതിൽ മെറ്റീരിയലൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് മെനുവിലേക്ക് വന്നിട്ട് ഇവിടെ ഇപ്പോൾ നേരത്തെ ആട്രിബ്യൂട്ടാണ് കിടക്കുന്നത്, അത് വേണ്ട, ഈ ഒരു കണക്ഷൻ വേണ്ട. അപ്പോൾ അതിന് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് കട്ടാകും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ബേസ് കളറ് ഞാനങ്ങ് ഫുള്ള് ബ്ലാക്ക് ആക്കി. ഓക്കെ, അതിൻ്റെ കുറച്ച് മെറ്റാലിക് വാല്യൂ കൊടുത്തു, റഫ്നെസ് വാല്യൂ ഒന്ന് കുറച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി ലേഔട്ടിലേക്ക് വന്ന് ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.